Good morning. Okay. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഓക്കെ ആണോ? ഓക്കെ. ക്ലാസ്സുകളൊക്കെ എല്ലാവരും ഫോളോ ചെയ്ത് പോണില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാവരും ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് അന്നന്ന് തന്നെയൊക്കെ ഒന്ന് എടുത്ത് അത്രയും വായിക്കുക. ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് വായിച്ചു പോവുക. ഇനിയും ടെക്സ്റ്റ് കിട്ടാത്തവരുണ്ടോ? ഇനി ഇതുവരെയായിട്ടും ടെക്സ്റ്റ് കിട്ടാത്തവരുണ്ടോ? എല്ലാവർക്കും കിട്ടിയോ? ഉണ്ട്. അശ്വതിക്ക് കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാവർക്കും കിട്ടിയോ? പേയ്മെന്റ് കഴിഞ്ഞ് ഒത്തിരി വൈകിയെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ. ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അവർ തന്നെ ഒന്ന് വിളിച്ച് നോക്കാം, എന്താ വൈകണേന്നുള്ളത് നോക്കാട്ടോ. ഓക്കെ. ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെക്കുക. അല്ലാത്തവര് ഒരു നോട്ട്ബുക്ക്, നമ്മൾ എടുക്കുന്ന നോട്ട്ബുക്ക് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിടുക. ഓക്കെ. കിട്ടിയില്ല, ഒത്തിരി വൈകിയെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കട്ടോ. അപർണ ഒന്ന് ജസ്റ്റ് ഒന്ന് അവര് തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക്. എപ്പോഴത്തേക്ക് നമുക്ക് കിട്ടും എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കട്ടോ, ടെക്സ്റ്റ് കിട്ടാത്തവര്. ഓക്കെ. ഓക്കെ. ഇന്ന് ഇത്തിരി വൈകിയല്ലേ? ഇവിടെ ഇതൊന്ന് എന്താ ഷെയർ ചെയ്തിടാനും പിന്നെ എന്താ റെക്കോർഡ് ഇത്തിരി സ്ലോ ആയിരുന്നു. റെക്കോർഡ് ആവാത്തതുകൊണ്ടാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമ്മുടെ ഡയാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എന്താ പറയാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് അല്ലെ. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിടോ ആരെങ്കിലും? പേജ് നമ്പർ സുമിത എത്രയാണെന്ന് ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. പേജ് നമ്പർ 55 ട്ടാ. 55. ഓക്കെ. ഓക്കെ. സഫീർ കിട്ടേണ്ട. ഇനി നമ്മൾ എടുക്കാനുള്ളത് ഡയാലിസിസ് സെന്റർ ആണ്. ചില കുട്ടികളൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. സുമിത തിരിച്ച് ടൈം ഇട്ടിട്ടുണ്ട്. ഓക്കെ. എന്തായാലും നമ്മളൊരു ക്ലാസ്, നിങ്ങളിപ്പോ എല്ലാവരും ക്ലാസ്സിലാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റിപ്ലൈ ചെയ്ത് മെസ്സേജ് ഇട്ട് കൊടുക്കണ്ട്. ഓക്കെ. നല്ലൊരു ക്ലാസ് ആണ് എന്തായാലും. എന്താ നല്ല കുട്ടികളും ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് പെരിറ്റോണിയൽ ടാങ്ക് വെച്ചിട്ടുണ്ട്. പെരിറ്റോണിയൽ ഡയാലിസിസ്, ഹീമോ ഡയാലിസിസിന്റെ ഒക്കെ ആഫ്റ്റർ ഇഫക്ട്സുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ ആ പോയിന്റ്സ് മാത്രം ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? HDD ആണെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സ്റ്റോപ്പേജ് യുവർ വാസ്കുലർ സൈറ്റ്, ഒരു ബ്ലോക്ക് ഉണ്ടാവാണ് എൻട്രൻസ് പോയിന്റിൽ, മസ്കുലർ സ്പാസം, പേശി രോഗാവസ്ഥ, ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ നമ്മൾ കുറയുന്നത്, ഹൈപ്പോ BP കുറയാൻ കാരണമാകും. പിന്നെ അടുത്ത വീക്ക്നെസ്, ഡിസ്നെസ്, ഓർട്ടോസിയ, നമുക്ക് ക്ഷീണം വരും, തലകറക്കം വരും, നോസിയോക്കാനം വരും, ബ്ലഡ് ലോസ്, ബ്ലഡ് നഷ്ടപ്പെടാം. ഇതെല്ലാം HP ഹീമോ ഡയാലിസിസിന്റെ നമുക്ക് ആഫ്റ്റർ ഇഫക്ട്സ് വരുന്നതാണ്. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ രണ്ടെണ്ണം പറഞ്ഞത്, ഹെർണിയം പറഞ്ഞു, വെയിറ്റ് ഗെയിനും പേടിയുടെ ആഫ്റ്റർ ഇഫക്ട്സിൽ വന്നതാണ്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു ഇതിന്റെ സിംറ്റംസ് കണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ പേടിപ്പെടുത്തുന്നതാണെങ്കിൽ പോലും നമ്മളിത് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ തുടർന്ന് ജീവിക്കുന്നത് ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റിസ്ക് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ. എന്തായാലും അത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നോക്കിയേ, നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയാലിസിസ് സെന്റർ ആണ്. ഡയാലിസിസ് സെന്റർ. ഓക്കെ. എന്താണ് ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് that treat the patient with the renal failure. നിങ്ങൾക്കറിയാം, റീനൽ ഫെയിലിയർ ഓർ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. Dash is a clinical establishment that treat the patient with the renal failure. അല്ലെങ്കിൽ ചോദിക്കാം, clinical establishment that treat the patient with the renal failure. ഏതാണ് ആൻസർ? എഴുതാം, ഡയാലിസിസ് സെന്റർ. കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്കൊക്കെ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഡയാലിസിസ് സെന്റർ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തോട്ടോ. Sometimes the patient with a normal renal function also need hemodialysis
like the patient with some poisoning. എന്താ പറഞ്ഞേക്കുന്നത്? ചിലപ്പോൾ നമുക്ക് നോർമൽ കിഡ്നി ഫംഗ്ഷൻ നമുക്ക് നോർമൽ ആണെങ്കിലും എന്താ അവർക്ക് ചിലപ്പോൾ ഹീമോഡയാലിസിസ് വേണ്ടി വരാം. ഏതുപോലെ? like the patient with some poisoning. അപ്പൊ ചില പോയിസണിങ് ഇപ്പൊ നമുക്ക് വല്ല വിഷബാധയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഏൽക്കുവാണെങ്കിൽ നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആണ്, നോർമൽ ഫംഗ്ഷൻ കിഡ്നി ചെയ്യുന്നുണ്ട് എങ്കിലും നമുക്ക് ആ സമയത്ത് ഏത് ചെയ്യേണ്ടി വരാം? ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരാം. അപ്പൊ നമുക്ക് ചിലപ്പോൾ പേഷ്യൻസിന് നോർമൽ കിഡ്നി ഫംഗ്ഷൻ ആണെങ്കിലും അവർക്ക് എന്താ ഈ ഹീമോഡയാലിസിസ് പോയിസണിങ് ഒക്കെ നമുക്ക് വരികയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ പോലെ നമുക്ക് അവിടെ ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരാം. അപ്പൊ കിഡ്നി ഫംഗ്ഷൻ ഓക്കെയാണ്, നോർമൽ ആണെങ്കിലും എന്താ ഇങ്ങനെ എന്തെങ്കിലും പോയിസണസ് എന്തെങ്കിലും ആവുകയാണെങ്കിൽ നമുക്ക് ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരാം. The dialysis center may act either or both inpatient and outpatients relying on the medical facility type. ഇപ്പൊ ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് either or both the inpatient and outpatient services. നമുക്ക് ഇൻപേഷ്യന്റ് അത് നമുക്ക് അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി എങ്ങനെയാണ്? പേഷ്യൻസിനെ അവിടെ കിടത്തി ചികിത്സിക്കാൻ ആ ഡയാലിസിസ് സെന്ററിൽ കിടത്തി ചികിത്സിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻപേഷ്യന്റ് സർവീസുകൾ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വന്ന് ഡയാലിസിസ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഔട്ട് പേഷ്യന്റ് സർവീസുകൾ കൊടുക്കാം. അല്ലെങ്കിൽ രണ്ടും കൊടുക്കാം. ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സർവീസുകളും ഏത് ഡയാലിസിസ് സെന്ററിന് കൊടുക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസ് കൊടുക്കാം, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കാം, അല്ലെങ്കിൽ ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. എന്തിന് ബേസ് ചെയ്തിട്ട് എടുക്കാം? relying on medical facility type. അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി അനുസരിച്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെഡിക്കൽ ഫെസിലിറ്റി അനുസരിച്ച് ഇപ്പൊ കിടത്തി ചികിത്സിക്കാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻപേഷ്യന്റ് സർവീസുകൾ കൊടുക്കാം, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സർവീസ്, അല്ലെങ്കിൽ രണ്ടും ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തിനു ബേസ് ചെയ്താൽ? ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ് ആൻഡ് പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് for the patient for peritoneal dialysis beside to hemodialysis. ഇനി ഹീമോഡയാലിസിന്റെ ഒപ്പം തന്നെ പേഷ്യൻസിന് എന്താണ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങുകൾ. പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ പറഞ്ഞില്ലേ, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, നമുക്ക് അതിനുള്ള ഫെസിലിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനുള്ള ഡയാലിസിസ് ട്രെയിനിങ്ങും ഈ ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് മേ പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് ഫോർ ദ പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള ഡയാലിസിസ് ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതിന്റെ ഒപ്പം? ബിസൈഡ് ടു ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിന്റെ ഒപ്പം തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനുള്ള സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങുകളും ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയാണ് ഡയാലിസിസ് സെന്ററിനെ കുറിച്ച് പറയുന്നത്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടുക. റീനൽ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില പേഷ്യൻസിന് കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആണെങ്കിലും എന്തെങ്കിലും പോയിസണസോ ഒക്കെ ആവുകയാണെങ്കിലും അവർക്ക് ഈ എന്ത് ചെയ്യേണ്ടി വരാം? ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരാം. ഡയാലിസിസ് സെന്റർ നമ്മൾ അതില്ലെങ്കിൽ ഐദർ ഓർ ബോത്ത്, ഒന്നെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസുകൾ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സർവീസുകൾ കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ കൊടുക്കാം. എന്തിനു ബേസ് ചെയ്തിട്ടാ? ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെഡിക്കൽ ഫെസിലിറ്റി. അവിടെ നമുക്ക് കിടത്തി ചികിത്സിച്ച് കിടത്തി നമുക്ക് അവിടെ ഡയാലിസിസ് ചെയ്യാനുള്ള ആ ഫെസിലിറ്റി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ഇൻപേഷ്യന്റ് സർവീസുകളും കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സർവീസുകളും ഡയാലിസിസ് സെന്ററിലൂടെ കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഹീമോഡയാലിസിന്റെ ഒപ്പം തന്നെ ഈ പെരിറ്റോണിയൽ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള സെൽഫ് ട്രെയിനിങ്ങുകളും ഈ ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം.
ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഡയാലിസിസ് സെന്ററിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ. നമുക്കൊരു ഡയാലിസിസ് സെന്റർ നമുക്ക് പണിയണം, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിന് അത്യാവശ്യം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നാ പറഞ്ഞേക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഫസ്റ്റ് നോക്കി, ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ദ ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. എങ്ങനെയായിരിക്കണം? should be provided with the air conditioning. നല്ലൊരു എയർ കണ്ടീഷനിങ് വേണം. നമുക്ക് നല്ല ശുദ്ധവായുവൊക്കെ കിട്ടാവുന്ന രീതിയിൽ നമുക്കൊരു എയർ കണ്ടീഷനിങ് ആ ഡയാലിസിസ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്നത്. ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. അപ്പൊ എയർ കണ്ടീഷനിങ് എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, മൊത്തമായിട്ട് പഠിക്കാതെ. എയർ കണ്ടീഷനിങ് വേണം, ഏരിയയില് എയർ കണ്ടീഷനിങ് വേണം. രണ്ടാമത് നോക്കിയേ, സെക്കൻഡ് പോയിന്റ് എന്താ? ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആൻ ആഡിക്വേറ്റ് ഏരിയ ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞ ആരാണ്? അവിടുത്തെ സ്റ്റാഫുകൾ, ഉദ്യോഗസ്ഥര്, പേഴ്സണൽസ്. ആൻഡ് റെസിസ്റ്റേഷൻ എക്യുപ്മെന്റ്സ് whenever needed. നോക്കിയേ, ഈച്ച് മെഷീൻ. അപ്പൊ ആ ഡയാലിസിസ് മെഷീൻ എവിടെ ആയിരിക്കണം? ഇത് ചോദിക്കാം കേട്ടോ, എവിടെ ആയിരിക്കണം? ആ ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്നുണ്ട് ഡയാലിസിസ് സെന്ററിൽ ആ നമുക്ക് മെഷീൻ എവിടെ വെക്കണം? സെന്ററിലായിരിക്കണം. ആഡിക്വേറ്റ് ഏരിയയുടെ സെന്ററിലായിരിക്കണം ഡയാലിസിസ് മെഷീൻ വെക്കാനായിട്ട്. Each machine should be at the center of an adequate area. ആ ഏരിയയുടെ അതിന്റെ സെന്ററിലായിരിക്കണം മെഷീൻ വെക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് നോക്കിയേ? ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ്സ് ഓഫ് പേഴ്സണൽ. അപ്പൊ അതിന്റെ ചുറ്റും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉള്ള മെഷീനൊക്കെ അല്ലേ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സെന്ററിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് സ്റ്റാഫിനൊക്കെ ഈസി ആയിട്ട് നടക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് റെസിസ്റ്റേഷൻ എക്യുപ്മെന്റ്. റെസിസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുനരുജ്ജീവനം കൊടുക്കുന്നത്. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനും സ്റ്റാഫുകൾക്കും ഈസി ആയിട്ട് മൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ആ മെഷീൻ എവിടെ ആയിരിക്കണം? സെന്ററിലായിരിക്കണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റർ എന്നുള്ള വാക്കൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. സെന്ററിലായിരിക്കണം. ഓപ്ഷനിൽ കോർണറിന് വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനെ നമുക്ക് എന്തെങ്കിലും മാറ്റി കൊടുക്കാം. അപ്പൊ എപ്പോഴും മെഷീൻ എവിടെയായിരിക്കണം? സെന്ററിലായിരിക്കണം. സെന്റർ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ പേഴ്സണൽസ്, അവിടുത്തെ സ്റ്റാഫുകൾക്കും അവിടുത്തെ ആ എക്യുപ്മെന്റ്സുകളും നമുക്ക് ഈസി ആയിട്ട് അതിവിടെ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, മെഷീൻ സെന്ററിലായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ലേഔട്ട് മസ്റ്റ് ഹാവ് എ ഫെസിലിറ്റി ഫോർ സേഫ് ഗാർഡിംഗ് എ പേഷ്യന്റ് പ്രൈവസി. അപ്പൊ ഇനി അവിടുത്തെ ലേഔട്ട് എങ്ങനെയായിരിക്കണം? ദേ ഹാവ് എ ഫെസിലിറ്റീസ് ഫോർ സേഫ് ഗാർഡിംഗ്. പേഷ്യന്റിന്റെ പ്രൈവസി സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ ഡിസൈൻ ലേഔട്ട് എന്ന് പറയുന്നത്. ഹാവ് എ ഫെസിലിറ്റേറ്റ് ഫോർ സേഫ് ഗാർഡിംഗ് പേഷ്യന്റ് പ്രൈവസി. പേഷ്യന്റിന്റെ ഒരു പ്രൈവസി എന്ന് വെച്ചാൽ സ്വകാര്യത, അവരുടെ പ്രൈവസിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ആ ലേഔട്ട്. ആ റൂമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, മൂന്നാമത്തെ പേഷ്യന്റിന്റെ പ്രൈവസിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ലേഔട്ട്. അതിനുള്ള ഫെസിലിറ്റി വേണം. ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത് വൺ, ഐസൊലേഷൻ റൂം. കണ്ടോ, ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത് എന്താ? ഐസൊലേഷൻ റൂം എന്ന് പറയുന്ന ഐസൊലേഷൻ റൂം എന്താ? സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസ് ആണ് ഐസൊലേഷൻ റൂംസ് എന്ന് പറയുന്നത്. ദാറ്റ് കീപ് ദ പേഷ്യന്റ് സെപ്പറേറ്റ് ഫ്രം അതർ പേഷ്യൻസ് വിത്ത് റിസീവ് മെഡിക്കൽ കെയർ. അതായത് മെഡിക്കൽ കെയർ ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ മറ്റുള്ള പേഷ്യൻസുമായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ പേഷ്യന്റിന്റെ നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സെപ്പറേറ്റ് റൂമാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഐസൊലേഷൻ റൂം. അപ്പൊ അതായത് ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു പേഷ്യൻസുമായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂല അവര്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ഡയാലിസിസ് ചെയ്യുമ്പോൾ അവർക്കൊരു പ്രത്യേക സെപ്പറേറ്റ് റൂം അവർക്ക് കൊടുക്കണം, മറ്റു പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ.
അതാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ റൂമാണ്, സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസ് ദാറ്റ് കീപ് ദ പേഷ്യന്റ് സെപ്പറേറ്റ് ഫ്രം other patients that they receive medical care. ഇതാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഓക്കെ, ആ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ മറ്റു പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ അവരെ ഒറ്റയ്ക്ക്, അവരെ എന്താ പറയാ, സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന രീതിയിലുള്ള റൂം. ഓക്കെ, അതാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വേണം? ആ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ത് വേണം? ഒരു ഐസൊലേഷൻ റൂമും വേണം. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ഡയാലിസിസ് ചെയ്യാൻ അവർക്ക് വേണ്ടി പ്രത്യേകം റൂമും അവിടെ വേണം. ഓക്കെ, ഐസൊലേഷൻ റൂം. There should be a distinct area for dialyzing patient with the condition that need isolation. Isolation ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ഡയാലിസിസ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഏരിയ വേണം. ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ്, ഒരു സെപ്പറേറ്റ് ഏരിയ വേണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് റൂം വേണം. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാ? ടു ഗ്യാരണ്ടി സേഫ്റ്റി ടു പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ് ഇൻ ദ ഡയാലിസിസ് റൂം. ഡയാലിസിസ് റൂമിലുള്ള പേഷ്യൻസിനെ, അവരുടെ സ്റ്റാഫിന്റെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, സേഫ്റ്റി ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണം? ഒരു സ്പെഷ്യൽ റൂം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് റൂം കൊടുക്കണം. അതാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഐസൊലേഷൻ റൂം. This area should have a free water supply and drainage facility. അപ്പൊ ആ ഏരിയയിൽ, ആ റൂമിൽ എന്ത് വേണം? ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റി. വെള്ളമൊക്കെ കളയാവുന്ന രീതിയിലുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റിയും വേണം. നാലാമത്തെ എന്താ കാര്യം? ഇൻഫ്രാസ്ട്രക്ചറിൽ ഐസൊലേഷൻ റൂം. മനസ്സിലായില്ലേ? അതായത് ഡയാലിസിസ് ചെയ്യാൻ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള പേഷ്യൻസിൽ നിന്നും ഒക്കെ അവരെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് റൂം അതിന് വേണ്ടി വേണം. അതിനെയാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. സെപ്പറേറ്റ് റൂമാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്തൊക്കെ വേണം? ഫ്രീ വാട്ടർ സപ്ലൈ വേണം, അതിനുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റികളും വേണം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഡയാലിസിസ് സെന്റർ ഷാൽ എക്സിബിറ്റ് അപ്രോപ്രിയേറ്റ് സൈനേജ് വിച്ച് ഷാൽ ബി ഇൻ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജ്. 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈൻ ബോർഡുകൾ അവിടെ വേണം, സൈനേജുകൾ വേണം ആ ഡയാലിസിസ് സെന്ററിൽ. അതായത് എന്തിനാ ഈ സൈൻ ബോർഡുകളൊക്കെ കൊടുക്കുന്നേ? എന്തിനാ നമ്മള് സൈൻ ബോർഡുകളൊക്കെ കൊടുക്കണേ? ഡയാലിസിസ് സെന്ററിലൊക്കെ പേഷ്യൻസിന് അവർക്ക് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയില്ല. അതിനകത്ത് സൈനേജുകൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സൈനേജുകളും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സൈനേജുകളും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള ദ ഫീസ് സ്ട്രക്ചർ ഓഫ് ദ സർവീസ് ഒരു എക്സാമ്പിൾ ആണ്. അവിടുത്തെ ആ സർവീസിന്റെ ഓരോന്നിന്റെ ഫീസ് എത്രയാണെന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം, അല്ലെ? നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ അല്ലെങ്കിൽ റേഡിയോളജിയിലൊക്കെ ചെയ്യുമ്പോൾ ഓരോന്നിന്റെ നേരെ എഴുതിയിട്ടുണ്ടാവും, അതിന്റെ എത്രയാണ് റുപ്പീസും എത്രയാണ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് പേഷ്യന്റിന് ഒരു അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത് ആ സെന്റർ, ഇപ്പൊ ഡയാലിസിസ് സെന്ററിന്റെ അവേഴ്സ്, വർക്കിംഗ് അവേഴ്സ് എഴുതാം, ഇത്ര മുതൽ ഇത്ര വരെ. അതൊക്കെ ഇൻഫോർമേറ്റീവ് സൈനേജുകളിൽ വരുന്നതാണ്. രജിസ്ട്രേഷൻ ഡീറ്റെയിലുകള്, ഹോസ്പിറ്റലിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിലുകൾ, അവിടുത്തെ സർവീസ് ടൈം, ഫീസ്, സ്ട്രക്ചർ ഓഫ് ദ സർവീസ്, ദ ഫീസ് സ്ട്രക്ചർ, അതൊക്കെ ഇൻഫോർമേറ്റീവ് സൈനേജുകളാണ്. ഇനി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സൈനേജുകൾ കൊടുക്കാം. അതായത് നോ സ്മോക്കിംഗ്, ഇവിടെ ആരും ഡയാലിസിസ് സെന്റർ ആണ് അല്ലെങ്കിൽ ഇതാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ സ്മോക്കിംഗ് ഒന്നും പാടില്ല, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മള് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സൈനേജുകളും ഉണ്ട്. പിന്നെ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സൈനേജുകളും ഉണ്ട്. ഇത് എന്തിനു വെക്കണേ? അത് എങ്ങനെയാ? നമുക്ക് അവർക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളെ, പേഷ്യൻസിനെയൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത് എങ്ങനെ വേണമെന്നാ പറഞ്ഞേക്കുന്നേ? അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജ്, 2 ലാംഗ്വേജിലെങ്കിലും വേണം. അപ്പൊ ഒരു ലാംഗ്വേജിൽ മാത്രം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും വായിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈനേജുകളും വേണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്ക് മലയാളമാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്, മലയാളം എഴുതാം, ഇംഗ്ലീഷ് എഴുതാം.
ഓക്കെ, അത് ഓരോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ തമിഴ് എഴുതുക, അവിടെ ഇംഗ്ലീഷ് എഴുതാം. എല്ലാവർക്കും തമിഴ് അറിയുന്നില്ല, ഇംഗ്ലീഷ് എല്ലാവരും ഫോളോ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ എന്തായാലും 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈനേജുകൾ ഡയാലിസിസ് സെന്ററിൽ എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കണം. ഓക്കെ, ഇത്രയാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത്. ഓക്കെ, പെട്ടെന്ന് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഡയാലിസിസ് ഏരിയയില് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, എയർ കണ്ടീഷനിങ് വേണം. പിന്നെ മിഷ്യന്റെ കാര്യം പറഞ്ഞത് എവിടെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? സെന്ററിലായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? അവിടുത്തെ സ്റ്റാഫുകൾക്ക് പിന്നെ എക്യുപ്മെന്റ്സുകളൊക്കെ അതിന്റെയൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സെന്ററിലായിരിക്കണം. പിന്നെ അടുത്തത് അത് ലേഔട്ട് ആയിട്ട് ഫെസിലിറ്റി എങ്ങനെയായിരിക്കണം? പേഷ്യന്റിന്റെ പ്രൈവസിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം. 4th പോയിന്റിൽ ഒരു ഐസൊലേഷൻ റൂം വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്റെ സ്റ്റാഫിന്റെ ഒക്കെ ഡയാലിസിസ് റൂമിൽ അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഐസൊലേഷൻ റൂം വേണം. പിന്നെ അടുത്തത് അറ്റ്ലീസ്റ്റ് സൈനേജുകൾ വേണം. അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈനേജുകൾ ഡയാലിസിസ് സെന്ററിൽ പ്രദർശിപ്പിക്കണം. അത്രയാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത്. 5 പോയിന്റ് ഉണ്ട്. എല്ലാ പോയിന്റ്സും ക്ലിയർ ആയോ? അപ്പൊ തന്നെ നമുക്ക് ഓരോ ഓർഡറിൽ നമുക്കൊന്ന് ഓർത്ത് വെക്കാലോ. ഇനി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്. അപ്പൊ നമുക്കും ഒരു ഓർഡർ ചെയ്ത് വെക്കാം. 1, 2, 3 എന്ന് പറഞ്ഞ് 1 by 1 ആയിട്ട് നമുക്കും ഒന്ന് മനസ്സിലേക്ക് എല്ലാവരും നമ്മൾ രണ്ടാമത്തെ ഒക്കെ ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്. അപ്പേക്ക് ഓർത്ത് വെക്കാം കേട്ടോ. സെന്റർ ഒന്നാമത്തെ എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു, രണ്ടാമത്തെ സെന്റർ എന്നുള്ളത് പറഞ്ഞു. പിന്നെ അടുത്തത് പേഷ്യന്റിന്റെ പ്രൈവസിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ആ ലേഔട്ട്. പിന്നെ ഐസൊലേഷൻ റൂം, പിന്നെ സൈനേജ്. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്കത് അതിനകത്ത് വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെയാ വന്നത് എന്ന് ചോദിക്കാം. പിന്നെ അതിനകത്ത് ഐസൊലേറ്റിംഗ് റൂം എന്നുള്ള ഐസൊലേഷൻ റൂം എന്നുള്ളത് ഒന്ന് നോക്കാം കേട്ടോ. സെപ്പറേറ്റ് റൂമാണ്. ഓക്കെ, ഐസൊലേഷൻ റൂം സെപ്പറേറ്റ് റൂം ആണെന്ന് ഓർത്തിരിക്കണം. മറ്റുള്ള പേഷ്യൻസുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ ആ പേഷ്യൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് റൂമാണ് ഐസൊലേഷൻ റൂം. ഓക്കെ, സ്പെഷ്യൽ റൂം. ഇനി അടുത്തത് വരുന്നത് the hospital administration must verify. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കണം. സ്ഥിരീകരിക്കുക എന്നുള്ള മീനിങ്. ഓക്കെ, അപ്പൊ അതിനകത്ത് പല സെക്ഷൻ വരുന്നുണ്ട്. ഒന്നാമത്തേൽ വരുന്നത് എന്താ? The patient and his or her representative or relatives have the following rights with regard to the dialysis center. ഒന്ന് തിരുത്തിക്കുക, അവിടെ ഡയാലിസിസ് എന്നുണ്ട് കേട്ടോ. DIA എന്നും കൂടി അവിടെ എഴുതി ചേർക്കാം. DIALYSIS ഡയാലിസിസ് സെന്റർ. ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനൊക്കെ ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ചില അവകാശങ്ങളുണ്ട്. അവർക്ക് വേണ്ട ചില റൈറ്റ്സ്, അതായത് ചില അവകാശങ്ങളുണ്ട്. ഒരു പേഷ്യന്റിനോ അവരുടെ റിലേറ്റീവ്സിനോ ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഇനി പറയുന്ന അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാണ് അവർക്ക് വേണ്ട അവകാശങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മസ്റ്റായിട്ടും എന്താ അവർക്ക് പേഷ്യന്റിനൊക്കെ വേണ്ടിയിട്ട് ഡയാലിസിസ് സെന്റർ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, പ്രൊവൈഡ് ആംബിൾ. ആംബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അഡിക്വേറ്റ്, മതിയായിട്ടുള്ള, ധാരാളം എന്നുള്ള മീനിങ് കേട്ടോ. ധാരാളം അല്ലെങ്കിൽ മതിയാവോളം, എന്താ പറയാ, adequate. Provide ample information about the nature, cause of illness, proposed investigation and care, expected result of treatment, likely complications. Okay, അപ്പൊ എന്തൊക്കെ വേണം? പ്രൊവൈഡ് ample information about the nature. രോഗത്തിന്റെ നേച്ചർ എന്താണ്, ആ ഇൽനെസിന്റെ കാരണം, രോഗത്തിന്റെ കാരണം എന്താണ്, ഇതിന് മുന്നോട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ,
പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, നിർദ്ദേശിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ കെയർ പരിചരണം എന്തൊക്കെയാണ്, നമ്മൾ ആ ട്രീറ്റ്മെന്റിന്റെ എക്സ്പെക്റ്റഡ് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എന്താണ്, ലൈക്ലി കോംപ്ലിക്കേഷൻ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യണം. അത് ആ എന്താ പറയാ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ അവകാശമാണ്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എന്താ അവര് നമുക്ക് പറയണം എന്നുള്ളത്, അതൊരു രോഗിയുടെ അവകാശമാണ്. എന്താണ് നമുക്ക് രോഗം, അതിന്റെ നേച്ചർ എന്താണ്, അതിന്റെ കാരണം എന്താണ്, അതിന് നിർദ്ദേശിച്ചിട്ടുള്ള കെയർ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്യണം. അത് നമ്മളോട് പറയണം. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ പേഷ്യന്റിന്റെ ഒരു എന്താ പറയാ ഒരു ഉത്തരവാദിത്തമാണ്. അത് പേഷ്യന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അവകാശമാണ്. അത് അപ്പൊ നമ്മുടെ ഡോക്ടർ പറയണ മാത്രം കേട്ട് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരിതുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ പറയണത് അതുപോലെ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് തിരിച്ചു ചോദിക്കാം, ഡോക്ടർ എന്താണ് എന്റെ പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫലം എങ്ങനെയാണ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ടോ, അത് നമുക്ക് പറഞ്ഞ് ഷെയർ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. നമ്മളത് മനസ്സിലാക്കാൻ ഇപ്പൊ അവര് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് ക്ലിയർ ആക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഒരു അവകാശമാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത് പേഷ്യന്റിന്റെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ ഒരു അവകാശമാണ്. ഓക്കെ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് പറയാം അല്ലെ, നമുക്ക് അറിയണം നമ്മൾക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ഇതിലുള്ളതൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. രണ്ടാമത്തെ നോക്കി, പേഷ്യന്റ് ഹാസ് ദ റൈറ്റ്, റൈറ്റ് എന്നാട്ടോ, അത് RIGHT ആണ്, എന്നാണ് അവിടെ കിടക്കുന്നത്, റൈറ്റ്, RIGHT. Patient has the right to know the bill, so the expected cost of treatment should be discussed before the treatment. ഒന്ന് ശ്രദ്ധിച്ചേ, പേഷ്യന്റിന് എന്തിനുള്ള അവകാശമുണ്ട്, റൈറ്റ് ടു നോ ദ ബിൽ, സോ എക്സ്പെക്റ്റഡ് cost of treatment should be discussed before the treatment. ആ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ നമ്മൾ അത് പ്രതീക്ഷിക്കുന്ന ബില്ല്, ആ കോസ്റ്റിന്, ആ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് എത്രയാവും എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു അവകാശം പേഷ്യന്റിനുണ്ട്. ആ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ അല്ലെ, നമുക്ക് ഇപ്പൊ നമ്മള് സർജറിയും കാര്യങ്ങളും ഇതൊക്കെ എടുക്കുമ്പോൾ ഇത്ര പറയും, ഇത്ര രൂപയാകും എന്ന് ഓൾറെഡി നമ്മളോട് നേരത്തെ പറയും അല്ലെ. അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാം, അയ്യോ എന്റെ ഇത്രയും പൈസ ഇല്ല, ഇത്രയും പൈസയാവും, നേരത്തെ പറഞ്ഞില്ലല്ലോ എന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പൊ നമ്മുടെ അവകാശമാണ് അത്. നമുക്ക് അതിന് പ്രതീക്ഷിക്കുന്ന ബില്ല് എത്ര, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് എത്രയാണെന്ന് ആ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ ഡിസ്കസ് ചെയ്യണം. ഇത്ര രൂപയാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ബില്ല് എത്രയാണ്, ആ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളതൊക്കെ എന്താ അറിയാനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. രണ്ടാമത്തെ കേട്ടോ, പേഷ്യന്റ് ഹാസ് റൈറ്റ് ടു നോ ദ ബിൽ, സോ ദ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി discussed before treatment. നമ്മൾ ആ ട്രീറ്റ്മെന്റിന് പ്രതീക്ഷിക്കാവുന്ന കോസ്റ്റ് എത്രയാണ്, അത് ശരിയായി അതിന്റെ ബില്ല് എത്രയാണ് എന്നുള്ളതൊക്കെ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അടുത്ത് നോക്കിയേ, ടു ഇൻഫോം ദ കോൺസെന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓർ ട്രീറ്റ്മെന്റ്. എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സർജറി എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. കോൺസെന്റ് എന്ന് പറഞ്ഞ മുൻകൂർ സമ്മതം, മുൻകൂർ സമ്മതം. To inform consent prior to specific test or treatment. അതായത് നമുക്ക് എന്താ, നമ്മളൊരു സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സമ്മതം വേണം അല്ലെ, മുൻകൂർ സമ്മതം. ആ ടെസ്റ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ നമ്മുടെ സമ്മതം വേണം. സർജറി ഒക്കെ ചെയ്യാൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ എനിക്ക് ഇത് ചെയ്യാൻ സമ്മതമാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു ലെറ്റർ എഴുതി സൈൻ ചെയ്ത് കൊടുക്കണ്ടേ, നമ്മളും കൊടുക്കണം, നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിറ്റ്നസ് അവരും സൈൻ ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ സമ്മതം ഇല്ലാതെ ആ സർജറി ചെയ്യോ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ, സ്പെസിഫിക് ടെസ്റ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ സമ്മതം വേണം, ഇതാ പറഞ്ഞേക്കുന്നത് കേട്ടോ.
നമ്മൾ സർജറി ഒക്കെ ചെയ്യുന്ന എക്സാമ്പിൾ അതാ സർജറി എന്ന് പറഞ്ഞേക്കണം. അതായത് ഇപ്പൊ ഒരു സർജറി അവിടെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമ്മതം വേണം. നമ്മളെ കൊണ്ട് ഏതാണ് പേഷ്യന്റിനെ കൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പോകുന്ന സമ്മതമാണ്, ഇതിന്റെ ഉത്തരവാദിത്തം വന്നാലും വേറെ ഹോസ്പിറ്റലുകാർക്കൊന്നും ബാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് ആ ഒരു സമ്മതം, ആ ഒരു ലെറ്റർ സൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് പേഷ്യന്റിന്റെ അവകാശമാണ്. അല്ലെങ്കിൽ കംപ്ലൈന്റ് പറയാം, നമ്മള് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മുടെ സമ്മതം, നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ സമ്മതം കൂടാതെ ഇങ്ങനെയുള്ള ടെസ്റ്റുകളോ ട്രീറ്റ്മെന്റോ സർജറിയോ ഒന്നും ചെയ്യൂല, അല്ലെ? ശരിയല്ലേ? സർജറിക്കൊക്കെ മുന്നേ ഇങ്ങനെ സമ്മതം എഴുതി മേടിക്കൂലേ, ലെറ്റർ എഴുതി മേടിക്കൂലേ, സൈൻ ചെയ്യിക്കുകയും ചെയ്യും ആ പേഷ്യന്റിനെ കൊണ്ട്. അതിനുശേഷമാണ് അത് ചെയ്യുള്ളൂ. ഓക്കെ, ഇതപ്പോ പേഷ്യന്റിന്റെ ഒരു അവകാശമാണ്. ഇനി അടുത്ത് നോക്കിയ ഫോർത്ത് പോയിന്റ് എന്താ? ടു സീക്ക് സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം ആൻ proper clinician of patient choice with the records and information being provided by treating hospital. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? to seek second opinion. സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് ആ പേഷ്യന്റിന്റെ ചോയ്സ് അനുസരിച്ച് സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് നമുക്ക് അത് നേടാം, നമുക്ക് അല്ലെങ്കിൽ ചോദിക്കാം. വിത്ത് ദ റെക്കോർഡ്സ് ആൻഡ് ദി ഇൻഫർമേഷൻ ബീങ് പ്രൊവൈഡഡ് ബൈ ദ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് നമ്മൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണ്, ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ അവിടുത്തെ അതില് നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേറെ എവിടെയെങ്കിലും, ഇപ്പൊ ഒരു സർജറി പറഞ്ഞു, ഇനിയിപ്പോ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇനിയിപ്പോ ലാസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് സർജറി ചെയ്യാന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ഇതുണ്ട്, നമുക്കിപ്പോ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് റെഫർ ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കൂടി കാണിച്ചിട്ട് മതി ഇത് ചെയ്യാന്നുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ആ പേഷ്യന്റിന്റെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങാം. അതായത് നമുക്ക് അതിനുള്ള അവകാശമുണ്ട്. ഇപ്പൊ അവര് പറയണത് തന്നെ കേൾക്കണം എന്നില്ലല്ലോ. അപ്പൊ ഈ ഡോക്ടർ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, സാർ എനിക്ക് വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ ഡോക്ടറെ റെഫർ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, എനിക്ക് ഒന്നുകൂടി കണ്ടിട്ട് നമുക്ക് എന്താ പറയുന്നത് ചെയ്താൽ മതി, അത് നമ്മുടെ ഇഷ്ടമാണ്, അത് പേഷ്യന്റിന്റെ ഒരു അവകാശമാണ്. ആ പേഷ്യന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ നമുക്കൊരു ചോയ്സ് ഉണ്ട്. നമുക്ക് വേറെ എവിടെയെങ്കിലും കാണണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ചോയ്സ് ഉണ്ട്. പിന്നെ അതിന്റെ ഒപ്പം പറഞ്ഞിട്ടുണ്ട് വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീങ് പ്രൊവൈഡഡ് ബൈ ദ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സെക്കൻഡ് ഇത് കാണുന്ന പേഷ്യന്റ് ചോയ്സ് അനുസരിച്ച് സെക്കൻഡ് കാണുകയാണെങ്കിൽ ഹോസ്പിറ്റലുകാർക്ക് ഒരു ഇതുണ്ട്. എന്താണ്? ആ ഹോസ്പിറ്റലിൽ അതുവരെയുള്ള ആ റെക്കോർഡ്സുകളില്ലേ, ആ പേഷ്യന്റിനായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യണം, അത് കൊടുക്കണം. ഇത്രയും നാളും ട്രീറ്റ്മെന്റിൽ ഇരുന്നപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എന്തൊക്കെയാന്നുള്ളതൊക്കെ ആ റെക്കോർഡുകൾ പേഷ്യന്റിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് വാങ്ങാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ നേരെ പോവല്ല, അപ്പൊ ഇങ്ങനെ എനിക്ക് കാണണം, എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ സെക്കൻഡ് ചോയ്സ് എനിക്ക് നോക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇതുവരെയുള്ള നമ്മുടെ റെക്കോർഡും കാര്യങ്ങളും അവിടെ നിന്ന് മേടിക്കണം. അവിടെ നിന്ന് മേടിച്ച് വേറൊരു സ്ഥലത്ത് പോയി അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ കാണാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ഓക്കെ, അതും അവിടെയോ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഒരു അവകാശമാണത്. ഓക്കെ, ക്ലിയർ ആയോ പോയിന്റ്സ്? പേഷ്യന്റിന്റെ ചോയ്സ് അനുസരിച്ച് തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഉള്ള ഒരു അവകാശം പേഷ്യന്റിനുണ്ട്. അപ്പോ അത് നമുക്ക് അവിടുത്തെ റെക്കോർഡുകളും പ്രൊവൈഡ് ചെയ്യാം. ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴത്തെ കാര്യം പറയുന്നത്, ട്രീറ്റിംഗ് അപ്പോ ഉള്ള ആ റെക്കോർഡ്സും ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷനും ഹോസ്പിറ്റലിൽ നിന്ന് അത് പ്രൊവൈഡ് ചെയ്യണം. അത് തന്നെ, അത് വാങ്ങാനും നമുക്ക് അവകാശമുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിയ അഞ്ചാമത്തെ പോയിന്റ് എന്താ? ടു കീപ് പ്രൈവസി, ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ട്രീറ്റ്മെന്റ്. ടു കീപ് പ്രൈവസി, നമ്മുടെ പ്രൈവസി, നമ്മുടെ സ്വകാര്യത നമ്മൾ കീപ്പ് ചെയ്യാം. ഹ്യൂമൻ ഡിഗ്നിറ്റി, ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അന്തസ്, ഡിഗ്നിറ്റി അന്തസ്. അപ്പൊ നമുക്ക് പ്രൈവസി, ഒരു അന്തസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി, ഇതൊക്കെ ഡ്യൂറിംഗ് ആ ട്രീറ്റ്മെന്റിൽ ആയിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ കീപ്പ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. അടുത്തത് ആറാമത്തെ പോയിന്റില് ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ദ ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസ് ലൈക്ക് HIV. HIV പോലുള്ള രോഗങ്ങളുടെ ഒരു ബേസില് നമുക്ക് എന്താണ് ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന ഒരു ബിഹേവിയറിലോ ഒന്നും ഡിസ്ക്രിമിനേഷൻ പാടില്ല.
നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്താ, വിവേചനം പാടില്ല. വിവേചനം അല്ലെങ്കിൽ നിങ്ങൾ അത് HIV പേഷ്യന്റ് അല്ലേ, മാറി നിൽക്ക്, അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന ഒരു ബിഹേവിയർ, അതിനൊന്നും ഒരു തരംതിരിവും ഒരിക്കലും ഒരു വിവേചനവും പാടില്ല. എല്ലാവരും ഒരുപോലെ തന്നെ നമ്മൾ അത് നോക്കണം. ഓക്കെ. To non-discrimination about the treatment and the behavior on the basis of disease like HIV. HIV പോലുള്ള രോഗങ്ങള്, HIV പേഷ്യന്റ് കാണുമ്പോൾ നമ്മളൊരു അവരെ ഒരു മാറ്റി നിർത്തുന്ന, സമൂഹത്തിൽ നിന്ന് ഒരു ഒറ്റപ്പെട്ട് നിർത്തുന്ന ഒരവസ്ഥ, അതൊന്നും പാടില്ല. അവരോട് വേറൊരു ഡിസ്ക്രിമിനേഷനും പാടില്ല, ഒരു വിവേചനവും പാടില്ല. ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഓക്കെ. To non-discrimination about the treatment and behavior on the basis of disease like HIV. ഇനി 7th point, ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? To try to find redressal. Redressal എന്ന് വെച്ചാൽ പരിഹാരം. Try to find redressal in the case of grievance. Grievance എന്ന് വെച്ചാൽ പരാതി, എന്തെങ്കിലും കംപ്ലൈന്റ്സ്. Grievance, പരാതി. Based on services provided by the establishment. Establishment എന്ന് പറഞ്ഞാൽ സ്ഥാപനം. ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സേവനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ പരാതികളിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത്. എന്തെങ്കിലും ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ആ ഒരു സെന്റർ, ഡയാലിസിസ് സെന്റർ ആണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. അത് നമ്മുടെ ഏതാണ്, നമ്മുടെ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഒരു അവകാശത്തിലും വരുന്നതാണ്. Try to find a redressal in the case of grievance based on services provided by the establishment. ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ടത് വരുന്നത്. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തുണ്ടോ എന്ന് നോക്കി. 7 പോയിന്റ് ഉണ്ട്, ഏതെങ്കിലും ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? വായിച്ച മനസ്സിലാവുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളാണ്. 6ാമത്തെ പോയിന്റ്. ഓക്കെ. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാം. ഓക്കെ. 6 മിനിറ്റ്. ഓക്കെ. 6th പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ടു നോൺ ഡിസ്ക്രിമിനേഷൻ. നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം പാടില്ല. എബൌട്ട് ദ ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിലാണെങ്കിലും അല്ലെങ്കിൽ അവരോടുള്ള ഒരു പെരുമാറ്റത്തിലാണെങ്കിലും എന്താ, ഒരു വിവേചനവും പാടില്ല. ഏതിന്റെ ബേസില്? ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസ് ലൈക്ക് HIV പോലുള്ള രോഗങ്ങളുള്ളവരോട് നമ്മൾ ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ ബിഹേവിയറിലോ ഒന്നും നോൺ ഡിസ്ക്രിമിനേഷൻ, അതായത് വിവേചനം പാടില്ല. ഇപ്പൊ നമ്മുടെ ഒരു ശരിക്കും അങ്ങനെയുള്ളൊരു HIV പേഷ്യന്റ് ഇപ്പൊ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അപ്പൊ അവരോട് ഇങ്ങനെയുള്ള രീതിയിലൊന്നും പെരുമാറാൻ പാടില്ല. അപ്പൊ നേരെ തിരിച്ച് എന്തെങ്കിലും നമുക്കത് ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറണം. നമ്മളോട് ഒരു വേർതിരിവും കാണിക്കാൻ പാടില്ല. HIV ആണ്, നിങ്ങൾ മാറി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അടുത്താവട്ടെ, അല്ലെങ്കിൽ അവരെ ആ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്നതിലോ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അതേ കെയർ, അത് ബിഹേവിയർ ആണെങ്കിലും അവരോട് വേറൊരു മോശമായിട്ട് അവരൊരു കളിയാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് HIV അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ഓക്കെ. ആ ഒരു ട്രീറ്റ്മെന്റിലോ ബിഹേവിയറിലോ HIV-യുടെ ബേസിൽ HIV-യുടെ ബേസിൽ നമ്മൾ അവരോടൊരു ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലോ ബിഹേവിയറിലോ ഒന്നും ഒരു വിവേചനവും പാടില്ല. 7ാമത്തെ പോയിന്റ് എന്താവും? അതായത് ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്. ഫസ്റ്റ് പോയിന്റ് പറയാം കേട്ടോ. അതായത് നമ്മളൊരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ എന്തെങ്കിലും അവരിപ്പോ നൽകുന്ന സേവനം ഇപ്പൊ മോശമായിട്ടുള്ള സർവീസാണ് നൽകണമെങ്കിൽ അപ്പൊ അതിനുള്ള ഒരു പരാതിക്കുള്ള ആ ഒരു പരാതികൾ എന്തെങ്കിലും വരികയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത്. To try to find a redressal. Redressal എന്ന് വെച്ചാൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. എന്തിനാ?
ആ ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ആംഗിൾ എന്ന് വെച്ചാൽ മതിയായിട്ടുള്ള നമ്മുടെ നേച്ചർ, ആ ഇൻഫർമേഷൻ എന്തുമായിട്ടാ, നമ്മുടെ രോഗം എന്ത് നേച്ചർ, രോഗത്തിന്റെ സ്വഭാവം, കോസ് ഓഫ് ഇല്ലസിന്റെ കാരണം, നമ്മൾ ഇതിനു മുന്നേ നിർദ്ദേശിച്ചിട്ടുള്ള ആ എന്താണ് ചികിത്സ, എന്താണ് ആ കെയർ, എന്താണ് പ്രിപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ആ കെയർ എന്താണ്, നമുക്ക് ആ ട്രീറ്റ്മെന്റിന്റെ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എന്താണ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യണം, അതുമായിട്ടുള്ള ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അത് നമ്മുടെ അവകാശം, അത് നമ്മൾ ചോദിച്ച് മേടിക്കുക, അല്ലെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യണം. എന്ത് കാര്യം ഇപ്പൊ നമ്മളെ സംബന്ധിക്കുക, എനിക്കിപ്പോ എന്തെങ്കിലും അസുഖമായിട്ട് ഞാൻ ചെന്നാൽ എനിക്കത് ചോദിച്ചറിയാനുള്ള അവകാശമുണ്ട്. എന്താണ് കറക്റ്റ് രോഗം, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അത് ഹോസ്പിറ്റല് നമ്മളോട് പറയണം. ഡോക്ടർ ആണെങ്കിലും നമ്മളോട് തുറന്ന് പറയണം. പേഷ്യന്റിന് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. എനിക്ക് എന്തെങ്കിലും രോഗം വന്നാൽ എന്താണ് അതിന്റെ കാരണം, അല്ലെങ്കിൽ അതിന്റെ നേച്ചർ എന്താണ്, അതിന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എന്താണ്, കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും അതിനകത്ത് വരുന്ന പോയിന്റ്സ് ആണ്. 7 പോയിന്റ്സ് ഉണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി അടുത്ത പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി. ഇനി പേഷ്യന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? പേഷ്യന്റിന്റെ ഉത്തരവാദിത്തങ്ങള് അപ്പൊ ഇതെല്ലാം ശരിക്കും ആരാ, ഇപ്പൊ നമ്മൾ പറഞ്ഞ 7 പോയിന്റ്സും നമുക്ക് ഈ പേഷ്യന്റിനുള്ള അവകാശങ്ങളാണ്. അത് നൽകേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഹോസ്പിറ്റൽ ഭരണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ അവകാശങ്ങളാണ്. പക്ഷെ എന്താ പറയാ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത് ഉറപ്പുവരുത്തണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നാണ് നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, രണ്ടാമത്തെ പോയിന്റ്സ് ഒക്കെ നോക്കിയേ, ആ കറക്റ്റ് ബില്ല് നമ്മൾ ആ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ ഹോസ്പിറ്റലിന് പറയണം അല്ലെ, അത് എത്രയാണ്, കോസ്റ്റ് എത്രയാണ്, ആ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സർജറി ചെയ്യുമ്പോൾ ഇത്ര രൂപയാകും എന്നുള്ളത് നേരിട്ട് ആ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ നമ്മളോട് പറയണം. നമുക്കത് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്, ഹോസ്പിറ്റലിന് തരാനുള്ള അവകാശം ഹോസ്പിറ്റലിനുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട, അത് സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയി ആ പോയിന്റ്സുകള്? പിന്നെ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, സർജറിക്ക് മുൻപ് തന്നെ മുൻകൂർ സമ്മതം എഴുതി മേടിക്കണം. പേഷ്യന്റിനെ കൊണ്ട് സമ്മതമാണെന്ന് പറഞ്ഞ് ഒപ്പിടിച്ച് മേടിക്കണം. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. നമുക്ക് അതിനുള്ള അവകാശമുണ്ട്. 2 വരുന്നുണ്ട് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ലാസ്റ്റത്തേലാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതും ആരാണ്? അഡ്മിനിസ്ട്രേഷനാണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ മൊത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റലിലെ. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട, അത് വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പേഷ്യന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാ? പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി. പേഷ്യന്റിന് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ പോയിന്റ് നോക്കിയാൽ പ്രൊവൈഡ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. നമ്മളിപ്പോ ഡോക്ടറിനെ കാണാൻ ചെല്ലുകയാണെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. നമ്മൾ പറയില്ലേ, ഡോക്ടറിനോട് ഒന്നും കള്ളം പറയാൻ പാടില്ല. നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, പറയണം. അത് പേഷ്യന്റിന്റെ ഉത്തരവാദിത്വമാണ്. പ്രൊവൈഡ് ഇൻഫർമേഷൻ നമ്മളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പറയണം, നൽകുക, പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത് നോക്കിയേ, അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്. അസോസിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സഹകരിക്കുക. ഡോക്ടേഴ്സുമായിട്ട് നമ്മൾ സഹകരിക്കണം. കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്, ഡോക്ടർ നമ്മൾ പരിശോധിക്കുന്ന സമയത്താണെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്തിനാണെങ്കിലും ഒക്കെ ഡോക്ടറുമായിട്ട് സഹകരിക്കണം, അസോസിയേറ്റ് ചെയ്യുക.
ഡോക്ടറുമായിട്ട് സഹകരിക്കാം. ഇത് പേഷ്യന്റ് ഉത്തരവാദിത്തമല്ലേ? പേഷ്യന്റിന് എങ്ങനെയാ ഡോക്ടർ എന്താ പറയണേന്നുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോഴും ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡോക്ടറിനോട് നമ്മൾ സഹകരിക്കണം. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്താ? abide by all instruction. എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കുക. abide എന്ന് പറഞ്ഞാൽ പാലിക്കുക, abide പാലിക്കുക എല്ലാ ഇൻസ്ട്രക്ഷൻസും. ഇപ്പൊ ഡോക്ടർ തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പാലിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തം, പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത്. abide by all instruction. എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാ നിർദ്ദേശവും പാലിക്കുക. അടുത്ത് നോക്കിയേ, പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. അടുത്ത് നോക്കിയേ, എന്താണ്? ഹോസ്പിറ്റലിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഫീസ് കറക്റ്റ് ടൈമിൽ തന്നെ പേ ചെയ്യണം. ബില്ലൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മളത് കറക്റ്റ് ആയിട്ട് തന്നെ പേ ചെയ്യുക എന്നുള്ളത് അതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. ആ കറക്റ്റ് ടൈമില് ഹോസ്പിറ്റല് ഉള്ള ഫീസുകള് കറക്റ്റ് സമയത്ത് നമ്മൾ പേ ചെയ്യുക എന്നുള്ളത്, ബില്ല് അടയ്ക്കുക, പേയ്മെന്റ് നടത്തുക എന്നുള്ളത്. ലാസ്റ്റ് നോക്കിയാൽ റെസ്പെക്ട് നോബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനോടും ഹോസ്പിറ്റൽ സ്റ്റാഫുകളോടൊക്കെ റെസ്പെക്ട് എന്ന് വെച്ചാൽ ഒരു ബഹുമാനം, നോബിലിറ്റി എന്ന് വെച്ചാൽ ഒരു കുലീനത, അല്ലെങ്കിൽ അവർക്കിടെയൊക്കെ ഒരു മഹാമനസ്കൃതിയെ നമ്മൾ ബഹുമാനിക്കണം അല്ലെ? വലിയൊരു മനസ്സല്ലേ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മള് എന്താ പറയാ, നമ്മളിപ്പോ അത് നമുക്ക് അത്രയും നമ്മുടെ രോഗമാകാനും ഒക്കെ ആയിട്ട് അത്രയും കെയർ ചെയ്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ആ ഡോക്ടേഴ്സിനോട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫോടൊക്കെ നല്ല രീതിയിൽ അവരുടെ മനസ്കൃതിയെ നമ്മൾ ബഹുമാനിക്കണം. അവരോട് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു അല്ലെ, നമ്മള് ഡോക്ടറിനെയൊക്കെ കാണുമ്പോൾ അങ്ങനെയല്ലേ, നമ്മളെ നോക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇത് നൽകുന്നതാണ്. അപ്പൊ അവർക്കുടെ ഒരു മനസ്സ്, അതിന് നമ്മൾ എന്താ പറയാ, നല്ലൊരു ബഹുമാനം അവർക്ക് കൊടുക്കണം അല്ലെ? ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ഇതൊക്കെ നമ്മളിപ്പോ വലുതായാൽ പോലും നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറിനെ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതല്ലേ അല്ലെ? ടീച്ചറിനെ കാണുമ്പോൾ നമുക്ക് ചെന്നാണെങ്കിലും നമ്മളൊന്ന് അതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പൊസിഷനുകള്, ജോലികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ബഹുമാനം കൊടുക്കേണ്ടതാ. abide എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ളത് കേട്ടോ, പാലിക്കുക. എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കണം. ഓക്കെ, പിന്നെ ഹോസ്പിറ്റലിലെ ഫീസ് എഗ്രി ചെയ്തിട്ടുള്ള ഫീസ് പേ ചെയ്യണം. ഡോക്ടേഴ്സിനോടും മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫിനോടും ഒക്കെ നല്ല റെസ്പെക്ട്, അവരുടെ ഒരു മഹാമനസ്കൃതിയെ നമ്മൾ ബഹുമാനിക്കണം. കുലീനത അല്ലെങ്കിൽ മഹാമനസ്കൃത എന്നൊക്കെയാണ് നോബിലിറ്റിയുടെ മീനിങ്. ഓക്കെ, അപ്പൊ ആൻസറുകൾ ക്ലിയർ അല്ലേ? പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റി, പേഷ്യന്റ് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം പറഞ്ഞു കൊടുക്കണം. എക്സാമിന് നമ്മൾ പരിശോധിക്കുന്ന സമയത്തും ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും ഒക്കെ ഡോക്ടറുമായിട്ട് നമ്മൾ സഹകരിക്കണം. എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കണം. എല്ലാ ഫീസുകളും എഗ്രി ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ഫീസ് കറക്റ്റ് ടൈമിന് പേ ചെയ്യണം. ഡോക്ടേഴ്സിന്റെയും ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെയും ഒക്കെ അവരുടെ ഒരു മഹാമനസ്കൃതിയെ നമ്മൾ ബഹുമാനിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാ പോയിന്റ്സും? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ഈ ഒരു സെക്ഷനും കൂടി ഉള്ളൂ, നമ്മുടെ ഈ ചാപ്റ്റർ തീരും. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. എന്തൊക്കെയാണ് ജോബ് റെസ്പോൺസിബിലിറ്റി? ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? അവരുടെ ജോലിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി, കടമകൾ ഒക്കെ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് നോക്കിയേ, make sure that the clinical team provide the highest level of care to the patient by taking care of their safety, comfort and well-being. Okay, make sure that clinical team provide the highest level of care to the patients. പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നുണ്ട്, ആ ക്ലിനിക്കൽ ടീം കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പേഷ്യൻസിന് നല്ല കെയർ, ഹൈസ്റ്റ് ലെവൽ ഓഫ് കെയർ, നല്ല കെയർ കൊടുക്കുന്നുണ്ട്, ആ ക്ലിനിക്കൽ ടീം കൊടുക്കുന്നുണ്ട്
എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അത് എന്തുമായിട്ടാണ് നോക്കിയേ? ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദർ സേഫ്റ്റി, അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, കംഫർട്ട്, അവർക്ക് നല്ല സുഖപ്രദമായിട്ടുള്ളത്, കംഫർട്ട് സുഖപ്രദമായി, ആൻഡ് വെൽബീയിങ്, അവരുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ പേഷ്യൻസിന്റെ സുരക്ഷയ്ക്കും അവരുടെ നല്ലൊരു സുഖപ്രദമായിട്ടുള്ളതിനും അവരുടെ ക്ഷേമത്തിനും ഒക്കെ വേണ്ടിയിട്ട് നല്ല ഒരു കെയർ, അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട്, സേഫ്റ്റി ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട്, കംഫർട്ട്, വെൽബീയിങ്, ക്ഷേമം എല്ലാം അതിനൊക്കെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ലെവൽ ഓഫ് കെയർ കൊടുക്കുന്നുണ്ട്, ക്ലിനിക്കൽ ടീം കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഓക്കെ, രണ്ടാമത് നോക്കിയേ, എക്സാമിൻസ്. എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? പരിശോധിക്കുക. Examines and solve problem that fall outside of the domain of the nurse, clinician, concerning patient care and management. Okay, അപ്പൊ നമ്മുടെ പേഷ്യന്റ് കെയർ, പേഷ്യൻസിനെ പരിചരിക്കുന്ന കാര്യത്തിലോ അവരുടെ മാനേജ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നേഴ്സിന്റെയോ അല്ലെങ്കിൽ ക്ലിനിഷ്യൻ, ഡോക്ടർ, അവർക്കുടെയൊക്കെ പുറത്ത് വീഴുന്ന, പുറത്തു നിന്നുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കുകയും അത് എന്ത് ചെയ്യുക? അത് സോൾവ് ചെയ്യുകയും ചെയ്യുക. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യുക. ഏതുമായിട്ടാ? പേഷ്യന്റ് കെയർ മാനേജ്മെന്റ്, പേഷ്യന്റിനെ ഇപ്പൊ നോക്കുന്ന രോഗി പരിചരണത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നേഴ്സിന്റെയോ ക്ലിനിഷ്യന്റെയോ പുറത്തു നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അസോസിയേറ്റ് വിത്ത് ദ അതർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സഹകരിക്കുക. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിക്കുകയും അതുപോലെ തന്നെ കെയർ പ്രൊവൈഡേഴ്സ്, കെയർ നൽകുന്ന ആളുകൾ, കെയർ പ്രൊവൈഡേഴ്സുമായിട്ടൊക്കെ സഹകരിക്കുകയോ ഒക്കെ ചെയ്യുക. അവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുണ്ടെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്ത് വരുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, കെയർ കൊടുക്കുന്ന ആളുകളുടെ അടുത്ത് വരുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തൊക്കെയാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുക. ആ പ്രശ്നം സോൾവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഓക്കെ, രണ്ട് പോയിന്റ്സ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ്, ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താ? ഒരു ഉത്തരവാദിത്തം എന്താണ്? പേഷ്യന്റിന്റെ സുഖപ്രദമായിട്ടുള്ള, അവർക്ക് സുരക്ഷിതമായിട്ടുള്ള അവരുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു കെയർ കൊടുക്കുന്നുണ്ട്, ഈ ക്ലിനിക്കൽ ടീം കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഇനി രണ്ടാമത്തേത് പറയുന്നത് ഈ പേഷ്യന്റ് കെയറുമായിട്ട്, രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ കെയർ പ്രൊവൈഡേഴ്സ് ഇവരുടെയൊക്കെ മേലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുക, ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുക എന്നുള്ളത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഓക്കെ, രണ്ട് പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, പിന്നെ കുറച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇച്ചിരി മറ്റേ അന്ന് പഠിച്ചതിനേക്കായി ഒരു ഇച്ചിരി കൂടി ഒരു എന്താ നോട്ട് ചെയ്ത് പോകേണ്ടതാണ് പോയിന്റ്സുകൾ. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് അങ്ങനെ ഓടിച്ചു പോകാത്തത് കേട്ടോ. നമ്മൾ ഇന്ന് ഡയാലിസിസ് സെന്റർ എന്താന്ന് പറഞ്ഞു, പിന്നെ അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ്, നമ്മൾ ആ ഡയാലിസിസ് സെന്ററിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ അടുത്തത് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ 7 പോയിന്റ്സ് പറഞ്ഞത്, ഇതെല്ലാം എന്താ ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലുകാര് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ നമുക്കും അതിനുള്ള അവകാശമുണ്ട്. പേഷ്യന്റിനായിക്കോട്ടെ അവരുടെ റിലേറ്റീവ്സ് ആയിട്ട് ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ള ഒരു അവകാശങ്ങൾ കൂടിയാണ്. അത് തരേണ്ടത് ആരാണ്? അത് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റലാണ്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങൾ.
പിന്നെ അടുത്ത പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇത് ജോബ് റെസ്പോൺസിബിലിറ്റി, ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ 2 പോയിന്റ്സേ പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇനി എടുക്കുന്ന അത്രയും ക്ലിയർ ആക്കി പോവുക. നിങ്ങൾ ഒന്നുകൂടി ടെക്സ്റ്റ് ഉള്ളവര് ഇതൊന്ന് വായിച്ചു നിൽക്കുക. ഓക്കെ, ബാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു.